ഹലോ, ഞാനാണ് ഓബി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഫോണിലോ പി സിയിലോ കാണുന്ന പൈസയാണ്, അതായത് മണി. ഉദാഹരണം പറഞ്ഞാൽ പബ്ജിയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഫ്രീ ഫയർ ഡയമണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഓരോ ഗെയിംസിലും അവരവരുടെ മണിയില്ലേ, അതായത് കോയിൻസില്ലേ, അതേ കൂട്ട് തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ ക്രിപ്റ്റോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേൾഡില ഏത് ഭാഗത്തോ എവിടെയെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് ബ്ലോക്ക് ചെയിൻ? ജസ്റ്റ് ഇമാജിൻ, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു പൊതുവായ നോട്ട്ബുക്കാണ്. ഇപ്പോൾ ഞാൻ ഓബി, എൻ്റെ കയ്യിൽ ഒരു 10 BTC എന്ന് ഓർത്തോ. ഈ 10 BTC ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഗംബുവിന് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ നോട്ട്ബുക്കിൽ ഇത് സേവ് ആവും. ഓബി സെൻഡ് 10 BTC ടു ഗംബു. അപ്പോൾ എനിക്ക് മാത്രമുള്ള സേവ് ആണ്. ഇപ്പോൾ എൻ്റെ നോട്ട്ബുക്കിലും സേവ് ആവും, ഗംബുവിൻ്റെ നോട്ട്ബുക്കിൽ സേവ് ആവും, അതുപോലെ ബാക്കിയുള്ള എല്ലാ ട്രേഡേഴ്സിൻ്റെയും നോട്ട്ബുക്കിൽ സേവ് ആവും. അപ്പോൾ ഒരാൾ വന്ന് ഇല്ലീഗൽ തിങ്സ് വല്ല ഹാക്ക് ചെയ്യാൻ നോക്കിയാലും ഇപ്പോൾ എൻ്റെ നോട്ട്ബുക്ക് ഹാക്കാക്കായാലും ബാക്കിയുള്ള നോട്ട്ബുക്ക് ഹാക്കാക്കാൻ പറ്റത്തില്ല. അതാണ് ബ്ലോക്ക് ചെയിൻ്റെ ഗുണം. പിന്നെ ഇതിൽ നമുക്ക് ബാങ്ക് പോലെയല്ല, തേർഡ് പാർട്ടി ഇല്ല, പിന്നെ അങ്ങനെ നമുക്ക് ഡിസ്റ്റർബിങ് തിങ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രീഡം. അതാണ് ബ്ലോക്ക് ചെയിൻ. ഇനി അടുത്താണ് എക്സ്ചേഞ്ച്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യണം, ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്യണം, നമുക്ക് പൈസ ഉണ്ടാക്കണം, പണക്കാരനാണ്. പക്ഷേ നമ്മൾ എവിടെ പോയി ട്രേഡ് ചെയ്യും? അതിനാണ് എക്സ്ചേഞ്ച് ഉള്ളത്. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ബിനാൻസ് ഉണ്ട്, ബിങ്എക്സ് ഉണ്ട്, മെക്സിസി ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്, അങ്ങനത്തെ പല ടൈപ്പ് എക്സ്ചേഞ്ച് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുക, അതിൽ പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം തേങ്ങ കൊടുത്ത് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ട്രേഡിങ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതിനാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്.